ആ ഭഗവതി അമ്മയുടെ ഭഗവതിയുടെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ 8ാമത്തെ അധ്യായത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ശചീദേവിയുടെ ശോകമാണ് വർണ്ണിക്കുന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ പറയാം. ഇന്ദ്രപത്നിയായ ശചീദേവി ഉണ്ടല്ലോ, ഒരു ദേവഗുരുവായ ബൃഹസ്പതിയെ ശരണം പ്രാപിച്ചു എന്നറിഞ്ഞ് കാമാർത്ഥനായ നൗഷൻ കോപത്തോടുകൂടി ദേവന്മാരോട് പറഞ്ഞു, ഞാൻ വ്യാഴത്തെ നിഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ആഗ്രഹത്തിനെതിരായിട്ട് എന്നാൽ ആരും ഞാൻ വെറുതെ വിടൂല. ആ ദുർമുഖൻ ശചീദേവി വെച്ച് പുലർത്തുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നൗഷൻ കോപാവിഷ്ടനായതുകൊണ്ട് ദേവന്മാരും ഋഷികളും ദുഷ്ടനായ അവനോട് സൗമ്യമായി പറഞ്ഞു, അല്ലയോ പ്രഭോ, ആ ക്രോധം ഒഴിവാക്കി ദുഷ്ടചിന്ത വെടിഞ്ഞാലും പരസ്ത്രീഗമനം ധർമ്മശാസ്ത്ര വിരുദ്ധമല്ലേ? ശചീദേവി പതിവ്രതയായ സ്ത്രീയാണ്. പതി ജീവിച്ചിരിക്കുമ്പോൾ അന്യപുരുഷനെ സ്വീകരിക്കാൻ സാധ്യമുതിരുമോ? ഇല്ല. ധർമ്മം ആചരിക്കേണ്ട ലോകാധിപതിയല്ല അങ്ങ്. രാജാവ് തന്നെ ധർമ്മം തെറ്റിക്കുകയാണെങ്കിൽ പ്രജകളുടെ സ്ഥിതി എന്താവും? എല്ലാവർക്കും പ്രഭുവായ ഒരുവൻ സദാചാരം കാത്തു സൂക്ഷിക്കണം. അങ്ങയുടെ ആജ്ഞ കാത്തു നിൽക്കുന്ന ധാരാളം എത്ര സ്വർഗാനകൾ അങ്കനകൾ ഈ നാഗലോകത്ത് വേറെ ഉണ്ടല്ലോ, സ്വർഗ സ്ത്രീകൾ. സംയോഗത്തിന് ശൃംഗാരം ആവശ്യമാണ്. ബലാത്കാരേണ കാര്യം നടത്തുകയാണെങ്കിൽ രസഭംഗം സംഭവിക്കും. അന്യോന്യം അത്യന്തം പ്രണയമുണ്ടെങ്കിൽ രണ്ടുപേർക്ക് സുഖം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അന്യ സ്ത്രീ ഗമനവാഞ്ച ഉപേക്ഷിച്ച് ഐന്ദ്രമതത്തിന് അനുയോജ്യമായ പ്രവൃത്തികൾ ചെയ്താലും പ്രഭു എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, പുണ്യം ചെയ്താൽ കീർത്തി നേടാം, ദുഷ്പ്രവൃത്തികൾ അകീർത്തികരമാണ്. അങ്ങനെയൊക്കെ ഉപദേശിച്ചു കൊടുത്തു. ദേവന്മാരും ഋഷിമാരൊക്കെ ഈ ദുഷ്ടനോട്. മുനിമാരുടെ വാക്കുകൾ കേട്ട് നൗഷൻ പറഞ്ഞു, പണ്ട് ഗൗതമ പത്നിയായ ഇന്ദ്രനും ഗുരുപത്നിയായ താരയെ ചന്ദ്രനും പ്രാപിച്ചപ്പോൾ നിങ്ങളുടെ ഈ സാരോപദേശമൊക്കെ ഇവിടെ പോയി? അപ്പൊ ഉപദേശിക്കാൻ എല്ലാവരും മിടുക്കന്മാരാണല്ലേ. ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നവർ ദുർലഭമാണ് താൻ. ശചീദേവി എന്നെ സ്വീകരിക്കട്ടെ. നിങ്ങൾ വേഗം ആ സുന്ദരി എന്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരണം. മറ്റൊന്നുകൊണ്ടും ഞാൻ തൃപ്തനല്ല. എന്ത് തന്നെ തന്നാലും എനിക്ക് തൃപ്തിയാവൂല. എനിക്ക് ശചീദേവി മതി. ശചീദേവിക്ക് ഇവിടെ എന്റെ പട്ടമഹിഷയായി വാഴുകയും ചെയ്യാം. നകുഷന്റെ നിശ്ചയം കേട്ട് ദേവന്മാർ ഋഷീശ്വരന്മാരും പറഞ്ഞു, പ്രഭോ, ഞങ്ങൾ നല്ല വാക്കുകൾ പറഞ്ഞ് ഇന്ദ്രപത്നി അങ്ങയുടെ അടുത്ത് എത്തിക്കാം. നകുഷനോട് ഇപ്രകാരം പറഞ്ഞ് അവർ നേരെ ബൃഹസ്പതിയുടെ അടുത്തേക്കാണ് പോയത്. അവിടെ എന്തെങ്കിലും ഇതിനൊരു പ്രതിവിധി കിട്ടുന്നു വിചാരിച്ചിട്ട് അവിടെ പോയി. അപ്പൊ ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഗുരു, അങ്ങയുടെ അടുത്ത് ശചീദേവി ശരണാഗതയായി വന്നിട്ടുണ്ടെന്നറിയാം. നമ്മൾ ഇന്ദ്രനായി വാഴിച്ച ആ വൃത്തികെട്ട ആളുണ്ടല്ലോ നകുഷൻ, അദ്ദേഹത്തിന് ശചീദേവിയെ കൊടുക്കണം. ഇന്ദ്രാനെ കഴിയട്ടെ സുന്ദരി, നമുക്ക് പറഞ്ഞോ നിവർത്തിയില്ലല്ലോ എന്ന് പറഞ്ഞു. ക്രൂരമായ ഈ വാക്കുകൾ കേട്ട് ബൃഹസ്പതി പറഞ്ഞു, ശരണാഗതിയായി എന്നെ സമീപിച്ച് ഈ സാധ്യയെ ഞാൻ കൈവിടുകയില്ല, അത് ഉറപ്പാണ്. ഇത് കേട്ട് ദേവന്മാർ പറഞ്ഞു, എങ്ങനെയാണെങ്കിൽ നകുഷനെ സന്തോഷിപ്പിക്കാനുള്ള വഴി അങ്ങനെയാണെങ്കിൽ അങ്ങ് തന്നെ ചിന്തിക്കണം. ക്രോധം വന്നു കഴിഞ്ഞാൽ അവനെ പ്രസാദിപ്പിക്കുവാൻ പ്രയാസമാണ് താൻ. അപ്പൊ ബൃഹസ്പതി പറഞ്ഞു, ശചീദേവി അവന്റെ അടുത്ത് ചെന്ന് പ്രലോഭന വാക്കുകൊണ്ട് സന്തോഷിപ്പിക്കട്ടെ. സ്വന്തം കാന്തം ജീവിച്ചിരിക്കുമ്പോൾ അന്യപുരുഷനെ ഒരു പതിവ്രത സ്വീകരിക്കുമോ? ഇല്ലല്ലോ. പതിവ്രതയുടെ കാര്യമാണ്, വെറും സ്ത്രീകളുടെ കാര്യമല്ല കേട്ടോ. ഞാൻ അദ്ദേഹത്തിനെ അന്വേഷിച്ചു പോവുകയാണ്. പ്രകാരം പറഞ്ഞ് ശചീദേവി നകുഷനെ വഞ്ചിക്കട്ടെ. പിന്നീട് കാന്തനെ ലഭിക്കുവാൻ ശചീദേവി ഞാൻ പറയുന്ന മാതിരി പ്രവർത്തിക്കട്ടെ. എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഗുരുവിന്റെ വാക്ക് അനുസരിച്ച് ശചീദേവി ഗുരുവിനോടൊത്ത് നൗഷന്റെ കൊട്ടാരത്തിലേക്ക് എത്തി. ശചീദേവിയെ കണ്ട് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ, ഞാനിപ്പം ആകാശത്തിലേക്ക് വലിഞ്ഞു കയറും സ്വർഗത്തിലേക്കെന്ന് പറഞ്ഞതുപോലെ നൗഷൻ പറയുകയാണ്, സുന്ദരി, ഇന്ന് ഞാൻ ഇന്ദ്രനാണ്, നീ എന്റെ കൂടെയാണ് താമസിക്കേണ്ടത്. സ്വർഗത്തിന്റെ നാഥനായ ദേവന്മാർ എന്നെയാണ് വാഴിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ദേവി എന്ത് ചെയ്തു? ശചീദേവി ലജ്ജയോടെ പരിഭ്രമിച്ചുകൊണ്ട് ആ സുന്ദരി പറഞ്ഞു, സുരേശ്വര, എനിക്കൊരു വരം ചോദിക്കുവാനുണ്ട്. എന്റെ പ്രിയതമൻ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചുപോയോ എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. ആ സംശയം തീരുന്നത് വരെ അവിടുന്ന് ക്ഷമയോടെ കാത്തിരിക്കണം. അതിനൊരു തീരുമാനമുണ്ടായാൽ ഞാൻ തീർച്ചയായും അങ്ങയുടെ സമീപം അണയാം. അതുവരേക്കും കാത്തിരുന്നാലും എന്റെ വാക്ക് സത്യമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ദ്രാണിയുടെ വാക്കുകൾ കേട്ട് നൗഷൻ എന്ത് ചെയ്തു? സന്തോഷായേ, സന്തുഷ്ടചിത്തനായി. ആവട്ടെ,
എന്ന് പറഞ്ഞ നൗഷൻ സന്തോഷത്തോടുകൂടി ശചീദേവിയെ യാത്രയാക്കി. സ്വതന്ത്രയായ അവൾ ദേവന്മാരോട് പറഞ്ഞു, ദേവേന്ദ്രനെ കൂട്ടിക്കൊണ്ടുവരുവാൻ എല്ലാവരും പ്രയത്നിക്കണം. ശചീദേവിയുടെ തീരുമാനം കേട്ട് ദേവന്മാർ എല്ലാവരും കൂടി വൈകുണ്ഠത്തിലെത്തി. രമാവതിയെ വാഴ്ത്തി സ്തുതിച്ചു. ഒരു കഥയേ കഴിയൂല. എല്ലാ ദിക്കിലും പൊറുതിമുട്ടിട്ടാണ് ഭഗവാന് ശരണാഗതിയടി. ആദിദേവനും ജഗന്നാഥനും ദീനവത്സലനുമായ ഈശ്വരനോട് ആർത്തരായ വാക്സാമർത്ഥ്യമുള്ള ദേവന്മാർ ഇപ്രകാരം പറഞ്ഞു, ദേവാധിനാഥനായ ഇന്ദ്രൻ ബ്രഹ്മഹത്യാപാപത്തെ ഭയന്ന് എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. അങ്ങയുടെ ഉപദേശം അനുസരിച്ചാണ് ഇന്ദ്രൻ വൃത്രനെ വധിച്ച് ബ്രഹ്മഹത്യാപാപത്തിന് കാരണക്കാരനായത്. ഇന്ദ്രനും ഞങ്ങൾക്കും എന്നും അവിടുന്ന് തന്നെ ശരണം. ആർത്തരായ ഞങ്ങളെ രക്ഷിച്ച് മോക്ഷമാർഗം നിർദ്ദേശിച്ചാലും എന്ന് പറഞ്ഞു. ഭയാർത്തരായി വന്ന ദേവന്മാരുടെ രമാപതി പറഞ്ഞു, നിങ്ങൾ ഇന്ദ്രന്റെ പാപവിമുക്തിക്ക് വേണ്ടി അശ്വമേധയാഗം നടത്തുവിൻ. പരമപുണ്യമായ അശ്വമേധയാഗം കൊണ്ട് ദേവേന്ദ്രൻ പാപവിമുക്തനാകും. വീണ്ടും ദേവേന്ദ്ര പദവി ലഭിക്കുകയും ചെയ്യും. പേടിക്കണ്ട. ഭയമേധം കൊണ്ട് ജഗദംബ പ്രീതയാകുകയും ചെയ്യും. മരിക്കുമ്പോൾ തന്നെ ആ ദേവി എല്ലാ പാപങ്ങളും പൊറുക്കുന്നവളാണ്. പ്രകാരമുള്ള ദേവി യജ്ഞവും കൂടി ചെയ്താൽ സന്തോഷിക്കാതിരിക്കുമോ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ദ്രാണ് നിത്യം ശിവാർച്ചനം ചെയ്യട്ടെ. പരാമ്പാപൂജ കൊണ്ട് ദുഃഖശാന്തിയും ഉണ്ടാകും. ജഗദംബയുടെ മായയിൽ മോഹിച്ച നൗഷൻ തന്നെ താൻ ചെയ്ത പാപം കൊണ്ട് നശിച്ചു പോവുകയും ചെയ്യും. അശ്വമേധയാഗം കൊണ്ട് ഇന്ദ്രൻ പാപവിമുക്തനായി പൂർവാധികം പ്രാഭവത്തോടി കൂടി വന്ന് ഇന്ദ്രപദവി തിരിച്ചു പിടിക്കുകയും ചെയ്യും. അപ്പൊ തേജോനിധിയായ വിഷ്ണുവിന്റെ വാക്ക് കേട്ട് ദേവന്മാർ പാകശാസനൻ ഒളിച്ചു താമസിച്ചിരുന്ന സ്ഥലത്തെത്തി. ഇന്ദ്രനെ സമാശ്വസിപ്പിച്ചു. ദേവന്മാർ ഇന്ദ്രനെ കൊണ്ട് സമ്പൂർണ്ണ അശ്വമേധയാഗം നടത്തിച്ചു. തന്റെ ബ്രഹ്മഹത്യാപാപത്തെ 4 വിഭജിച്ച് ഭൂമിക്കും മരത്തിനും സ്ത്രീകൾക്കും നദിക്കും അങ്ങനെ 4 പേർക്ക് പങ്കുവെച്ചു ബ്രഹ്മഹത്യാപാപം. അതെങ്ങനെയെന്ന് പറഞ്ഞാല്, സ്ത്രീകൾക്ക് മാസമുറ, അതാണോ ഈ ബ്രഹ്മഹത്യാപാപം കൊണ്ടു സ്ത്രീകൾക്ക് കിട്ടിയല്ലോ, അവർക്ക് ആ മാസമുറ വരുന്നത് ബ്രഹ്മഹത്യാപാപത്തിൻ്റെതാണെന്ന് പറയുന്നത്. നദിയിൽ നൊര ഉണ്ടാവുന്നത് അതുകൊണ്ടാണെന്ന് പറഞ്ഞു വെച്ചു. അപ്പൊ ഇങ്ങനെ മരത്തിനെ കൊത്തിയെടുത്ത് ഇങ്ങനെ ഒരു കറ ചാടുന്നില്ലേ, അതുകൊണ്ട് അതാണ് അത് എന്ന് പറഞ്ഞു. അങ്ങനെ അലാക്ക് കൊടുത്തില്ലേ. ഭൂമി എന്താ വെച്ചാല് കുഴിച്ചാല് ഒരു കുഴി തനി തന്നെ മണ്ണ് വന്നത് മൂടുന്നതാണ് ഭൂമിക്ക് കിട്ടിയത്. അങ്ങനെ ഇന്ദ്രൻ പാപവിമുക്തനായി. എങ്കിൽ കാലം അനുകൂലമാവുന്നത് വരെ ഇന്ദ്രൻ താമരത്തണ്ടിൽ തന്നെ ഒളിച്ചു കഴിച്ചു കൂട്ടി. യാഗം കഴിപ്പിച്ച് ദേവന്മാർ തിരിച്ചുപോയി. യാഗം കഴിഞ്ഞിട്ടും ഇന്ദ്രനെ കാണാഞ്ഞ് ശചീദേവി വിരഹാകുലയായി. ഗുരുവായ ബൃഹസ്പതിയോട് പറഞ്ഞു, യാഗം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ പ്രിയതമൻ വരാത്തത് ഗുരു? അദ്ദേഹത്തിന് കാണാനുള്ള ഉപായം പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ദേവി പൗലോമി, ജഗദംബയെ ആരാധിക്കോ. പാപവിമുക്തയായ നിന്റെ നാഥനെ ജഗദംബ കൺമുന്നിലെത്തിക്കും. ആ ദേവിയുടെ കാരുണ്യം കൊണ്ട് നിനക്ക് നൗഷനിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുകയും ചെയ്യും. അവനെ മോഹിപ്പിച്ച് ഭ്രഷ്ടനാക്കിക്കൊള്ളും. അപ്പൊ ഗുരുവാക്കിനെ വേദവാക്യമായി കണ്ട് ശചീദേവി പരാശക്തി ആരാധനക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ശചീദേവി ഗുരുവിൽ നിന്ന് മന്ത്രോപദേശം സ്വീകരിച്ച് പൂജകളും ആരംഭിച്ചു. എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് താപസവേഷം കൊണ്ട് ദേവി പ്രിയതമനെ കണ്ടുകിട്ടാൻ ജഗദംബയെ പൂജിച്ചു. ഹരേ ശചീദേവി. കുറച്ചു കാലം കൊണ്ട് തന്നെ ദേവി പ്രസാദിച്ച് ഹംസവാഹനത്തിൽ ശചീദേവിയുടെ മുമ്പിൽ പ്രാദുർഭവിച്ചു എന്ന് പറയുന്നു. അനേകം ചന്ദ്രന്മാരുടെ ശീതളിമയോടുകൂടിയും കോടി സൂര്യപ്രകാശത്തോടെയും മിന്നൽ കൊടിയുടെ പ്രഭയോടുകൂടിയും വേദങ്ങളാൽ സ്തുതിക്കപ്പെട്ടും കൊണ്ടിരിക്കുന്നതായ ദേവി ശചിദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷയായി. അഭിഷ്ടദായിനിയായ ദേവി 4 കൈകളിലും ദിവ്യ ആയുധങ്ങൾ ധരിച്ചിട്ടുണ്ട്. വെള്ളമുത്തുമാല കാലുവരെ ഞാന്ന് കിടക്കുന്നുണ്ട്. മന്ദസ്മിതം തൂക്കുന്ന മുഖം, തിളങ്ങുന്ന 3 നേത്രങ്ങൾ. ഇതിനാവോ ദേവിക്ക് 3 നേത്രങ്ങൾ? മനോഹരമായ പോർക്കൊങ്കകൾ, കൃപാസമുദ്രം മലതലുന്ന നോട്ടം, വീക്ഷണം. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾക്കും ഈശ്വരിയായ ആ ജഗദംബിക ഭക്തിയോടെ പൂജിച്ചു കൊണ്ടിരിക്കുന്ന ശചീദേവിയോട് പറഞ്ഞു. എന്തു പറഞ്ഞു? ചക്രവല്ലഭേ, ഞാൻ പ്രസാദിച്ചിരിക്കുന്നു കേട്ടോ. വേണ്ട വരം ചോദിച്ചു കൊള്ളുക.
എന്റെ ദർശനം സുലഭമല്ല. അനേക ജന്മം കൊണ്ട് നേടിയ പുണ്യം കൊണ്ടേ എന്റെ ദർശനം സാധ്യമാവുകയുള്ളൂ. പ്രകാരമുള്ള ദേവിയുടെ വാക്ക് കേട്ട് പുലോമജ നമസ്കരിച്ചുകൊണ്ട് പ്രസന്നയായ സർവലോക ജനയിത്രിയോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഭർത്തൃദർശനത്തിന് അതിയായി ആഗ്രഹിക്കുകയാണ്, കൊതിക്കുകയാണ് അമ്മേ. എന്റെ കാന്തൻ എന്റെ അടുത്തെത്തണം. നൗഷനിൽ നിന്നുള്ള ഭയം അകറ്റുകയും വേണം. വേറൊന്നും എനിക്ക് പരമായി വേണമെന്നില്ല അമ്മേ എന്ന് പറഞ്ഞു. അപ്പൊ ദേവി പറഞ്ഞു, എന്റെ ഒരു ദൂതിയുമായി നീ മാനസ തലത്തിലേക്ക് പോയാലും വിശ്വകാമ എന്നു പേരുള്ള ഒരു ബിംബം അവിടെ നിൽപ്പുണ്ട്. അവിടെ എത്തിയാൽ ദുഃഖവും പേടിയും കൊണ്ട് ആർത്തനായി ഇന്ദ്രനെ കാണാൻ സാധിക്കും. പിന്നീട് ഞാൻ നൗഷനെ മോഹിപ്പിച്ച് ഇന്ദ്രാസനത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്ത് നിന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരാട്ടോ സുന്ദരി. മനസമാധാനമായി സ്വസ്ഥയായി പോവുക, വാഴുക എന്ന് പറഞ്ഞു അമ്മ. വ്യാസം പറയണു, ചക്രവർത്തിയെയും കൂട്ടി ദേവിയുടെ ദൂതി തൽക്ഷണം ഇന്ദ്രസന്നിധിയിൽ കൊണ്ടുചെന്നാക്കി തിരിച്ചു പോന്നു. വളരെ കാലമായി ശചീദേവി തന്റെ പ്രിയതമനെ കണ്ടിട്ട് ഇന്ദ്രനെ കണ്ട സന്തോഷത്തിൽ ഇന്ദ്രാണി വളരെയധികം സന്തോഷിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഇനിയിപ്പൊ നൗഷനിയുടെ അധപ്പതനുണ്ടാവും. അതാണ് അടുത്ത് വർണ്ണിക്കുന്നത്. നമ്മള് ഇന്ന് ഇന്ദ്രാണിയുടെ ശോകം എന്നുള്ള ഭാഗം 8-ാം അധ്യായം ഭഗവത് പാദങ്ങളെ സമർപ്പിച്ച് നമ്മള് നൗഷന്റെ അധപ്പതനത്തിലേക്ക് കടക്കുകയാണ്. സുന്ദരമായ നീണ്ട ഇടംപെട്ട കണ്ണുകളുള്ള തന്റെ പത്നി ശചീദേവിയെ ശോകമഗ്നിയായി കണ്ട് ആ രഹസ്യ സ്ഥലത്ത് കണ്ടപ്പോൾ ഇന്ദ്രൻ അമ്പരന്ന് ചോദിച്ചു, ദേവി, ഞാൻ ഇവിടെ ഉണ്ടെന്ന് ദേവി എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ലോകത്തിൽ ആർക്കും ഈ സ്ഥലത്തെ പറ്റി ഒരു അറിവുമില്ല. ദേവി പറഞ്ഞു, ദിവസ്പതേ ദേവേന്ദ്ര, ദേവി പ്രസാദം കൊണ്ടാണ് അങ്ങ് ഈ സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നതും. നൗഷൻ എന്ന പേര് ഒരു രാജാവിനെ മുനിമാർ ഇന്ദ്രനാക്കി വാഴിച്ചു. ആ നൗഷൻ പറയുകയാണ്, വിദ്യാസുരൻ, ഞാനാണ് സുരേശ്വരനായ ഇന്ദ്രൻ. അതിനാൽ നീ എന്നെ ഭർത്താവായി സ്വീകരിക്കണം എന്ന്. ശചീദേവിയുടെ വാക്കുകൾ കേട്ട് ഇന്ദ്രൻ പറഞ്ഞു, വരാൻ തന്നെ, എനിക്ക് സ്വർഗലോകത്തിലേക്ക് വരാൻ സമയമായിട്ടില്ല കേട്ടോ. കാലം അനുകൂലമാവുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാനും. നീയും നിശ്ചയദാർഢ്യത്തോടെ കഴിയുമോ? കാലമാകുന്നത് വരെ കാത്തിരിക്കുക. തന്റെ പ്രിയതമന്റെ വാക്കുകൾ അവസാനിച്ചപ്പോൾ ദേവി നിശ്വാസം ഉതിർത്തുകൊണ്ട് തേങ്ങി കരഞ്ഞുപോയി. വേപതു കൊണ്ട് ദേവി പറഞ്ഞു, ഞാൻ എങ്ങനെ ഈ ദുഃഖം സഹിക്കും? വരഗർവിതനും മതോന്മത്തന്മായവൻ എന്നെ അവന്റെ ചൊൽപ്പടിക്ക് നിർത്തും. ദേവന്മാരും മുനിമാരും അവനെ പേടിച്ച് എന്നോട് പറഞ്ഞു, ദേവി, കാമാതുരനായ ഇവനെ സ്വീകരിച്ചാലും എന്ന്. ബൃഹസ്പതിയും ശക്തിഹീനനായ ഒരു ബ്രാഹ്മണനാണ്. രക്ഷിക്കാൻ സാധ്യമാവാതെ അദ്ദേഹം ദേവന്മാരുടെ കൂടെ പോയി. ഞാനോ സാധുവായ ഒരു അബലയല്ലേ. അങ്ങല്ലാതെ എനിക്ക് ആരാണ് വേറെ ആശ്രയം? നാഥനില്ലാത്ത ഞാൻ അന്യന്റെ കീഴിൽ ദുഃഖിച്ചിരിക്കുകയാണ്. ശചീദേവിയുടെ പരിദേവകം കേട്ട് ഇന്ദ്രൻ പറഞ്ഞു, ദേവി, അതിന് ഞാനൊരു വഴിയുണ്ടാക്കാട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം. ആപത്ത് കാലത്ത് നിന്റെ നല്ല ശീലങ്ങൾ നിനക്ക് ഗുണം ചെയ്യും. അന്യനെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് പതിവ്രതയായിരിക്കാൻ പ്രയാസമാണ്, നടക്കൂല. മനഃശക്തി ഇല്ലാതെയായാൽ പല തന്ത്രങ്ങളെ കൊണ്ട് മനസ്സ് മാറാൻ സാധ്യതയുണ്ട് താനും. ദേവി ശീലാവതിയായി ധൈര്യമായി കാര്യങ്ങളെ നേരിടുക എന്ന് പറഞ്ഞു. നൗഷൻ നിന്നെ ബലാത്കാരമായി സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ രഹസ്യമായി വല്ല ശബ്ദവും ചെയ്ത് അവനെ വഞ്ചിക്കുക. രഹസ്യമായി നീ അവന്റെ അടുത്ത് ചെന്ന് പറയുക, ഋഷിമാർ വഹിക്കുന്ന പല്ലക്കിൽ വന്ന് എന്നെ വരിക്കുക എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് വശകയായി തീരാമെന്ന് പറയണം അവനോട്. ഇത് കേട്ടാൽ കാമലംബടനായ അവൻ ഇന്ദ്രസൂത്രം പറഞ്ഞു കൊടുക്കുന്നു. ഋഷിമാരെ പല്ലക്ക് വാഹകരാക്കും. ആ ഋഷിമാരെന്ത് ചെയ്യും? അവനെ ശപിച്ച് ഭസ്മമാക്കുകയും ചെയ്യും. ജഗദംബ നിശ്ചയമായും ദേവിയെ സഹായിക്കാതിരിക്കുകയില്ല. ദേവിയെ സ്മരിക്കുന്നവർക്ക് ഒരിക്കലും ദുഃഖം വരാൻ ദേവി സമ്മതിക്കൂല, അതുറപ്പാണ്. വന്നാൽ തന്നെ അത് ശ്രേയസ്സിനാണെന്ന് കരുതണം. അതുകൊണ്ട് മണിദ്വീപവാസിയായ പരാശക്തിയെ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ഭജിക്കുകയാണ് വേണ്ടത് ദേവി എന്ന് പറഞ്ഞു കൊടുത്തു ദേവേന്ദ്രൻ. അപ്പൊ ഇന്ദ്രന്റെ വാക്കുകൾ കേട്ട് പുലോമജ സമ്മതം മൂളി. ആരാണ് പുലോമജ? ശചീദേവി. വരാനിരിക്കുന്ന കാര്യങ്ങളിൽ ഉറപ്പ് കിട്ടിയതുപോലെ ശചീദേവി നേരെ നൗഷന്റെ സമീപം ചെന്നു.
അവളെ കണ്ട നൗഷന് വലിയ സന്തോഷമായി എന്ന് പറയാനില്ലല്ലോ. നൗഷൻ പറഞ്ഞു, പ്രിയേ സ്വാഗതം, നീ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവളാണെന്ന് എനിക്ക് ബോധ്യമായി. മിതഭാഷിണി, ഞാൻ എന്നും നിനക്ക് ദാസനായിരിക്കാം. എന്തിനാണ് ലജ്ജിക്കുന്നത്? നീ എന്നെ സേവിച്ച് ഇവിടെ കഴിയുക. നിനക്ക് ഹിതമായത് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു. ശചീദേവി പറയുകയാണ്, വിഭോ, ഞാൻ പറഞ്ഞ വ്യവസ്ഥകളെല്ലാം തന്നെ അങ്ങ് എനിക്ക് സാധിച്ചു തന്നു. എന്നാൽ ഒരാഗ്രഹം കൂടി എൻ്റെ മനസ്സിലുണ്ട്. അതും കൂടി സാധിപ്പിച്ചു തന്നാൽ ഞാൻ നിന്നെ സേവിച്ച് ഇവിടെ തന്നെ കഴിഞ്ഞുകൂടാം. എൻ്റെ മനസ്സിനെ എനിക്ക് സന്തോഷിപ്പിക്കണം. ഓ, ഇത് കേട്ട് നൗഷൻ പറഞ്ഞു, ദേവി പറയൂ, കാര്യം എന്താണെന്ന് പറഞ്ഞാലും നിന്റെ ഏതാഗ്രഹവും ഞാൻ സാധിപ്പിച്ചു തരുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ശചീദേവി പറഞ്ഞു, രാജേന്ദ്ര, ഞാൻ എന്താണ് പറയേണ്ടത്? നിന്നിൽ എനിക്കൊട്ടും വിശ്വാസമില്ല. എന്റെ ഇഷ്ടം സാധിപ്പിക്കാമെന്ന് സത്യം ചെയ്യണം. ത്രിപോത്തമ, സത്യം പറയുന്ന രാജാക്കന്മാർ ദുർലഭമാണ്. വളരെ ഇല്ലാന്നെ പറയാം. സത്യം ചെയ്താൽ ഞാൻ എന്റെ ആഗ്രഹം പറയാം. ഞാൻ സത്യം ചെയ്യുന്നു. എന്റെ ആഗ്രഹം സാധിപ്പിച്ചു തന്നാൽ ഞാൻ എന്നും നിനക്ക് അധീനയായി ഇവിടെ തന്നെ വസിച്ചോളാന്ന് ഞാനിതാ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ദേവിയുടെ സത്യവാക്കുകൾക്ക് നൗഷൻ പറഞ്ഞു, ഇതുവരെ ഞാൻ ചെയ്ത യാഗദാനാദി സുഹൃതങ്ങളെ പിടിച്ച് ഞാനും സത്യം ചെയ്യുന്നു, നിന്റെ ഇഷ്ടം സാധിപ്പിച്ചു തരാ. പോരെ. ശചീദേവി തന്റെ ആഗ്രഹം പറയുന്നു. എല്ലാ ദേവന്മാർക്കും ഓരോ വാഹനങ്ങളുണ്ട്. ഇന്ദ്രന് അശ്വമുണ്ട്, ഐരാവതമുണ്ട്, വിഷ്ണുവിന് ഗരുഡനുണ്ട്, ബ്രഹ്മാവിന് ഹംസമുണ്ട്, അതായത് അരയന്നം, ഗണനാഥന് മൂഷികനുണ്ട്, രുദ്രന് കാളയുണ്ട്, യമന് പോത്തുണ്ട്, സ്കന്ദന് മയിലുണ്ട്. അങ്ങനെ എല്ലാവർക്കും വാഹനമുണ്ട്. അങ്ങൾക്കും അപൂർവമായ ഒരു വാഹനം വേണമെന്ന് എനിക്ക് മോഹമുണ്ട്. സുരാസുരന്മാർക്ക് ആർക്കുമില്ലാത്ത വാഹനമാവണം അത്. ഋഷിമാർ വഹിക്കുന്ന പല്ലക്കാവട്ടെ അങ്ങയുടെ വാഹനം. എന്താ, ഇതാണ് എൻ്റെ മോഹം. എല്ലാ ദേവന്മാരിലും മീതെയാണല്ലോ അങ്ങയുടെ സ്ഥാനം. ഋഷിമാർ ചുമക്കുന്ന പല്ലക്കിൽ കയറി അങ്ങന്റെ സവിധത്തിലേക്ക് വരുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ശചീദേവിയുടെ ആഗ്രഹം കേട്ടപ്പോൾ വേണ്ടത്ര ജ്ഞാനമില്ലാത്ത നൗഷൻ മഹാമായയാൽ മോഹിതനായിട്ട് പൗലോമിയെ ശ്ലാഘിച്ചു പറഞ്ഞു, ഓ വിദ്യാതുരൻ. നൗഷൻ പറയുകയാണ്, കാർവേണി, സുവേണി, സുന്ദരി, നിന്റെ ആഗ്രഹം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നീ പറഞ്ഞത് സത്യമാണ്. ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. ഋഷീശ്വരന്മാർ പല്ലക്ക് ചുമക്കുന്നത് അലങ്കാരം തന്നെയാണ് കേട്ടോ. ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞാൻ ആ പല്ലക്കിൽ കയറി നിന്റെ അടുത്തേക്ക് വരാം. സപ്തർഷികളും ദേവർഷികളും എന്നെ ശ്ലാഘിക്കും. ഇവൻ 3 ലോകത്തിനും അധിപൻ തന്നെ, സർവർക്കും ആദരണീയനും ഇവൻ തന്നെ എന്നവര് പറയും. നകുഷൻ ഇന്ദ്രാണിയെ അവളുടെ ഗൃഹത്തിലേക്ക് യാത്രയാക്കി. അതിനുശേഷം മുനിമാരെ വിളിച്ചു പറഞ്ഞു, അല്ലയോ ഋഷീശ്വരന്മാരെ, ഞാൻ സർവശക്തനായ ഇന്ദ്രനല്ലേ. എനിക്ക് വേണ്ടി ഒരു കാര്യം നിങ്ങൾ അഹങ്കാരം കൂടാതെ ചെയ്യണം. ഞാൻ ഇന്ദ്രപദവിയിൽ ഇരുന്നിട്ടും ഇതുവരെ ഇന്ദ്രാണി എനിക്ക് വശഗതി ആയിട്ടില്ല കേട്ടോ. ഞാൻ വിളിച്ചപ്പോൾ അവൾ പ്രേമപൂർവ്വം ഇപ്രകാരം പറഞ്ഞു, ഋഷിമാർ ചുമക്കുന്ന പല്ലക്കിൽ വന്ന് എന്നെ സ്വീകരിച്ചാലും എന്ന്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരണം. ഞാൻ വിചാരിച്ചാൽ ഇത് നടക്കാൻ പ്രയാസമാണ്. നിങ്ങൾ തന്നെ വിചാരിക്കണം. നിങ്ങളുടെ ദയാവായ്പ എന്നിൽ ഉണ്ടാവണം. നിങ്ങൾക്കിത് സാധ്യമാണ് താനും. ശചിയെപ്പറ്റി ചിന്തിച്ച് ഞാൻ പഞ്ചബാണപീഡിതനായി വലയുകയാണ്. ഇനി എനിക്ക് ശരണം നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഋഷിമാരോട് ഇദ്ദേഹം പറയണം. നിന്യമായ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കി തന്നെ അഗസ്ത്യ മഹർഷി തുടങ്ങിയ ഋഷിപ്രമുഖർ സമ്മതം മൂളി. സത്യജ്ഞനായ ഋഷിമാർ സമ്മതം മൂളിയതിനാൽ ശചീദേവിയിൽ മനസ്സ് ഭ്രമിച്ചിരിക്കുന്ന നഹുഷന് സന്തോഷായി. ശചീദേവിയുടെ അടുത്തെത്താനുള്ള തിടുക്കത്തിൽ നഹുഷൻ ധൃതിയിൽ പല്ലക്കൊരുക്കി. ഋഷീശ്വരന്മാർ പല്ലക്ക് ചുമന്നു. കുറച്ചു ദൂരം പോയപ്പോൾ ഋഷിമാരുടെ നടത്തത്തിന് വേഗത കുറവാണെന്ന് തോന്നി. സർപ്പ സർപ്പ, അതായത് വേഗം വേഗം എന്നാണ് പറഞ്ഞതിനർത്ഥം. എന്ന് പറഞ്ഞ് പല്ലക്ക് വഹിക്കുന്ന ഒരു മുനിയുടെ ശിരസിൽ ആ കാമാർ ചവിട്ടി. പോരെ പൂരം. ശോഭാമുദ്രയുടെ കാന്തനും സമുദ്രം കുടിച്ചു വറ്റിച്ചവനും വാതാപിയെ വിഴുങ്ങിയവനുമായ അഗസ്ത്യമുനിയാണ്. അഗസ്ത്യ മഹർഷി കുറച്ച് ചെറുതുമാണല്ലോ. നഹുഷൻ ചവിട്ടിയത്. ശചീദേവിയിൽ മാത്രം മനസ്സൂന്നിയ ആ കാമപീഡിതന് തന്റെ മനസ്സിന്റെ സമചിത്തത കുറച്ചു നേരത്തേക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് വേണം വിചാരിക്കാൻ. അഗസ്ത്യൻ സർപ്പ എന്നും പറഞ്ഞു ഒരടാവ് കൊണ്ട് കൊടുത്തു ഒരടി. നഹുഷൻ അല്ല,
അഗസ്ത്യൻ ക്രോധാകുലനായ മഹർഷി നഹുഷനെ ശപിച്ചു. നീ സർപ്പമായി തീരട്ടെ. വലിയ ഉടലോടുകൂടി ഒട്ടനവധി ദുഃഖങ്ങളും സഹിച്ച് കാട്ടിൽ ജീവിക്കാൻ നിനക്കിട വരട്ടെ. പിന്നീട് വീരനായി നാഗലോകം പ്രാപിച്ച് ധർമ്മരാജൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകുമ്പോൾ ശാപമോക്ഷവും കിട്ടും. നഹുഷൻ മുനിവര്യനെ വാഴ്ത്തി സ്തുതിച്ചു. പ്രകാരം ശപിക്കപ്പെട്ട നഹുഷൻ നാഗത്തിൽ നിന്ന് സർപ്പമായി ഗുടുഗുടുകൂടാ താഴെ വീണു, ഭൂമിയിലേക്ക് വീണു. ഈ വൃത്താന്തമൊക്കെ ബൃഹസ്പതി വന്ന് ഇന്ദ്രനെ അറിയിച്ചു. പിന്നെ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമായി. തന്റെ പത്നി തനിക്ക് തന്നെ കിട്ടുമല്ലോ. അപ്പോഴേക്കും മുനിമാരും ദേവന്മാരും വന്ന് ഇന്ദ്രനെ അറിയിച്ചു. ഇന്ദ്രന് അത്യന്തം സന്തോഷമായി. അപ്പോഴേക്കും മുനിമാരും വന്ന് ഇന്ദ്രനെ നാഗലോകത്തേക്ക് ആനയിച്ച് ഇന്ദ്രൻ സിംഹാസനത്തിലിരുത്തി അഭിഷേകം ചെയ്തു. സിംഹാസനം വീണ്ടും പിടിച്ചെടുത്ത ഇന്ദ്രൻ തന്റെ പ്രേമഭാജനമായ ശചീദേവിയോടൊപ്പം കൽപ്പോദ്യാനത്തിൽ ക്രീഡിച്ച് രസിച്ചു. വ്യാസൻ പറയണു, മഹാത്മാവായ വിശ്വരൂപനെ വധിച്ചത് കാരണം ഇന്ദ്രൻ അഗാധമായ ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. പിന്നീട് ദേവീ പ്രസാദം കൊണ്ട് തന്റെ പദവി തിരിച്ചു കിട്ടി. രാജൻ, പ്രകാരം വൃത്രാസുരവധം എന്ന ആഖ്യാനം ഞാൻ അങ്ങ് ചോദിച്ചത് കൊണ്ട് പറഞ്ഞു തന്നു, വിസ്തരിച്ച് പറഞ്ഞു തന്നു. ഇനി കർമ്മം ചെയ്യുന്നതിനനുസരിച്ചുള്ള ഫലം തിന്മകളുടെ തോതനുസരിച്ച് എല്ലാവരും അനുഭവിച്ചേ മതിയാകൂ എന്നുള്ള ഒരു ഗുണപാഠത്തോടുകൂടി നഹുഷാധപ്പതനം എന്ന 9-ാം അധ്യായം ഭഗവത് പാദത്തിൽ സമർപ്പിച്ചു. അടുത്ത ഭാഗം നമുക്ക് നാളെ നോക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.